ഹലോ എവരിബഡി. അപ്പോൾ നമ്മൾ കന്യാകുമാരിക്ക് ഫീൽഡ് ട്രിപ്പ് പോയപ്പോൾ എന്തൊക്കെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കന്യാകുമാരിക്ക് മുന്നേ തൃപ്പരപ്പിലാണ് ഇറങ്ങിയത്. അവിടെ ഇഷ്ടംപോലെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. പിന്നെ കണ്ട വഴിക്ക് ഒരു സാധനം ഞാൻ വാങ്ങി. പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ദാറ്റ്സ് എ കണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം വാങ്ങിയത് ഇതാ ഈ ഒരു ഇയറിംഗ് ആണ് കേട്ടോ. കണ്ടോ, നാട്ടിലൊക്കെ എത്രയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ എൻ്റെ പർച്ചേസ്. അടുത്ത് നമ്മൾ കന്യാകുമാരി പോയിട്ട് സ്റ്റാർട്ടിംഗ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അല്ലാതെ ഞാൻ കാണിച്ചു തരാം. അവിടെയും ഇത് തന്നെയാണ് ആദ്യത്തെ പർച്ചേസ് എന്ന് തോന്നുന്നു. കണ്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ ഇയറിംഗ് അഡിക്റ്റാണ് കേട്ടോ. എത്ര ഇയറിംഗ് ഉണ്ടെങ്കിലും ഞാൻ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാധനം. അപ്പോൾ ഇതും ഇതിൻ്റെ പ്രൈസ് ഞാൻ മറച്ചു വയ്ക്കുകയാണ്. ഇത് എത്രയാവുമെന്ന് ഒന്ന് ഗസ് ചെയ്യാം കേട്ടോ. ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം സിമ്പിൾ സാധനങ്ങളാണ്. ഒരു ബോ, ഇതൊക്കെ ഇവിടെ കിട്ടാത്തതുകൊണ്ട് അവിടെ പോയി വാങ്ങിയതല്ല, അറിയില്ല. ഇവിടെയൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഏകദേശം 25 രൂപയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു ഫാൻസിൽ. ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷെ അവിടെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഒന്ന് വാങ്ങാമെന്ന് കരുതിയിട്ടാണ് വാങ്ങിച്ചത്. ചേരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു 40 രൂപ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇത് ആണ് കേട്ടോ. സ്റ്റഡ് അധികം ഇടാത്ത കാരണം അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അടുത്ത് വരുന്നത് ഈ ബണ്ണും ഇവിടെ കിട്ടാത്തതുകൊണ്ടൊന്നല്ല, പക്ഷേ ഈ ഒരു ബണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നോർമൽ ബണ്ണ് പോലെ അല്ല, കണ്ടോ, ഇത് പല ലെയേഴ്സായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ ഞാൻ പോകുമ്പോഴൊന്നും ഫാൻസിൽ കാണാറില്ല, കണ്ടോ. അപ്പോൾ ഇത് എന്താ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബണ്ണായത് കാരണം ഞാൻ ഇതെടുത്തതാണ് കേട്ടോ, ഈ ഒരു ബൺ. പിന്നെ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൈക്കല്ല കേട്ടോ, ഇതും ക്ലിപ്പാണ്. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലിപ്പായതുകൊണ്ടാണ്. ഇതും ഇവിടെ നിന്ന് കിട്ടാത്ത സാധനം ആയതുകൊണ്ടല്ല അവിടെ പോയി എടുത്തത്, കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് വൺ, ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ജുംക്ക, അത്യാവശ്യം നല്ല ജുംക്കയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഈ ഹാങ്ങിങ് വരുന്ന ജുംക്ക ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റഡ്, അതായത് വലിയ സ്റ്റഡ് വരാതെ ഈ ഹാങ്ങിങ്ങോട് കൂടി വരുന്ന ജുംക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം, ഇതിങ്ങനെയല്ല വാങ്ങിയപ്പോൾ ഇങ്ങനെയല്ല ഇരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, വട്ടത്തിന് ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമുണ്ട് ബ്ലാക്ക് കളറിൽ, പുളിമുട്ടായിയൊക്കെ പോലെ. അത് ഞാൻ കഴിച്ച് ഇത്രയും ആക്കിയതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്നുള്ളവരൊന്നും പറയാം കേട്ടോ. ഇലന്ത് വട, കണ്ണൂർ പറശ്ശിനിയിൽ പോകുന്ന സമയത്ത് ഇതേ സെയിം സാധനം വാങ്ങിയപ്പോൾ ഇലന്ത് വട എന്ന് അതിൻ്റെ ടാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇതിനങ്ങനെ ടാഗൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ ഇതാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, തുറന്ന് നോക്കിയിട്ടില്ല. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള സ്ലൈഡുകളാണ്. പിന്നെ ഒരു പാക്കറ്റ് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്നും കിട്ടാത്തൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. കേടാ, കണ്ടോ, ഗ്യാസ് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. 20 രൂപയുള്ളൂ. അതൊരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇത് ഞാൻ എവിടെ കണ്ടാലും ഇത് ഞാൻ വാങ്ങും. ഇങ്ങനത്തെ ഒരു 3 ബോർഡോളം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ബോർഡ് ഞാൻ കഴിച്ചു തീർത്തു. ഇതാണ് അവശേഷിക്കുന്ന ബോർഡ്. ഇതെൻ്റെ സിസ്റ്ററിന് കൊടുക്കാൻ വേണ്ടി ഞാൻ വച്ചിരുന്നതാണ്, പക്ഷേ കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് അറിയില്ല. അതുപോലെ നമ്മൾ നേരത്തെ ഒരു ഗോൾഡൻ കളർ വാങ്ങിയതിൻ്റെ സിൽവറാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ കന്യാകുമാരിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ പുതിയ ചാനലാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.